ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ് കണ്ടത്. 2 അധ്യാപികമാർ മയക്കമരുന്ന് വിൽപ്പന നടത്തി അവർ തൂഫാൻ്റെ ഭാഗമായി അറസ്റ്റിലായിരിക്കുന്നു. ഇതധികം ദൂരെയൊന്നുമല്ല. എവിടെയായിരുന്നു? പത്രം വായിച്ചവർക്കറിയാം. കൂരാച്ചുണ്ട്, ഈ പേരാമ്പ്ര അടുത്ത് തന്നെ, അധികം ദൂരെയല്ലാതെ ഒരു സ്കൂളിൽ 2 അധ്യാപികമാർ ഇതിൽ പങ്കാളികളായി വിൽപ്പന നടത്തി അവർ ഉപജീവനം കഴിക്കുകയായിരുന്നു. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ കാണാറുണ്ട് ഒരു കാജാ ബീഡി അല്ലെങ്കിൽ ഒരു ദിനേശ് ബീഡി വലിക്കുന്ന അപ്പച്ചന്മാരെയൊക്കെ. ഇന്ന് അതൊക്കെ മാറി ഏറ്റവും വലിയ രാസലഹരി ഉപയോഗിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ആയി തുടങ്ങി. നോക്കുകയാണെങ്കിൽ ഒരു തലമുറ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നമ്മുടെ പ്രതിരോധ മന്ത്രി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അവറുകൾ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. അദ്ദേഹം നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് പറയുമായിരുന്നു. ലഹരി അപകടമാണ്, ലഹരി നാശമാണ് എന്നുള്ളത്. അത് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് കുട്ടികളെ ഈ ലഹരിയുടെ പേരിൽ വിൽപ്പന നടത്തുന്നവരും ഉപയോഗിക്കുന്നവരുമായി കണ്ടുകിട്ടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ, പ്രായപൂർത്തിയാകാത്തവരെയൊക്കെ കൗൺസിലിംഗ് നടത്തി അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും ഇതൊരു ക്രിമിനൽ വാസനയായി മാറുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട MLA പ്രവീൺ കുമാർ അവർകൾ പറഞ്ഞതുപോലെ അപ്പനെ കൊല്ലുന്ന മകൻ, അമ്മയെ ഉപദ്രവിക്കുന്ന മകൻ ഓർ മകൾ, ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ ഒരു തടയിടുവാനും വേദനിക്കുന്ന അപ്പൻ്റെയും അമ്മയുടെയും അടുക്കലേക്ക് ഒരു അമ്മമാരോട് അപ്പന്മാരോട് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, എൻ്റെ മകനെ മകളെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതുവരെ ആദിയാണ്, വേദനയാണ്, ടെൻഷനാണ്. കാരണം എന്താ? ഈ മയക്കമരുന്നിൻ്റെ കെണി ഇവരുടെ വഴികൾക്ക് ചുറ്റും ഉണ്ട് എന്നുള്ള ബോധ്യം അറിയാവുന്നത് കൊണ്ടും അത് തിരുത്താനായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടും ഇവർ മിണ്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. പറഞ്ഞതുപോലെ അമ്മമാരൊക്കെ രമേശ് ചെന്നിത്തല സാറിനെ ഒരു ദൈവമായിട്ട് കാണുകയാണ്. കാരണം ഒരു ദൈവദൂതനായിട്ട് കാണുകയാണ്. കാരണം ഈ ഒരു വിപത്തിനെ ഉന്മൂലനം ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങി. എനിക്കറിയാം, ഇതിനിറങ്ങിയപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒത്തിരിയേറെ തിരസ്കരണങ്ങൾ, ഒത്തിരിയേറെ ശത്രുക്കളെ അദ്ദേഹം ഏറ്റുവാങ്ങുന്നുണ്ട്. അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പ്രവൃത്തിക്ക് ഇറങ്ങിത്തിരിച്ചത്. ഒരു നാടിനെ ഒരു വിപത്തിൽ നിന്നും മുക്തമാക്കുവാൻ വേണ്ടിയിട്ട്. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കൗൺസിൽ ചെയ്യുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. അമ്മ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവനെ ചോദ്യം ചെയ്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് വന്നപ്പോൾ അമ്മ പറയുന്നു, ഇവൻ സ്കൂളിൽ പോകുന്നില്ല. ഇവൻ സ്കൂളിൽ പോകുന്ന സമയം വേറെ എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ കൂടെ പോയിരിക്കുകയാണ്. സ്കൂളിൽ നിന്ന് കംപ്ലൈൻറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഇവനെ അച്ഛൻ്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇവൻ മയക്കമരുന്ന് കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. സ്കൂളിൽ പോകുന്ന സമയം ഇവൻ വലിയ ചേട്ടന്മാരുടെ കൂടെ ആളില്ലാത്ത കെട്ടിടങ്ങളുടെ മുകളിലും അവിടെയൊക്കെ പോയിരുന്നു കൊണ്ട് ഒരു ദിവസം മുഴുവനും ഈ കഞ്ചാവ് വലിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. ഈ അമ്മ വളരെ വേദനയോടുകൂടിയാണ് ഇത് മനസ്സിലാക്കിയത്. ഞാനിവനെ കൗൺസിലിംഗ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ വലിയൊരു വിപത്തിന് അടിമയായിരിക്കുന്നുവെന്ന് മനസ്സിലായി. പ്രിയമുള്ളവരെ, ഈ ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് ഇവിടെ ഈ INTUC സംഘടന എല്ലാ മേഖലകളിലേക്കും എത്തിക്കണം.
ഒരാൾ പോലും, ഒരമ്മ പോലും, ഒരപ്പൻ പോലും, ഒരു മകൻ നശിച്ചുപോയി, മയക്കുമരുന്നിന്റെ പിടിയിലായി നശിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു വേദനയിൽ ആകരുത് എന്ന് കരുതി ഈ ജില്ലയിലും പയ്യോളിയിലും ഈ ഒരു ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ ഒരു കാര്യം എല്ലാവരിലേക്കും നമുക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അത് വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കുവാനും അതിനെ ഒരു മുക്തി നേടുവാനുമായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എല്ലാവരിലേക്കും എത്തിക്കുവാനുള്ള ഈ ഒരു പരിശ്രമത്തെ ഞാൻ ആശംസ അറിയിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രവർത്തനം വളരെ സത്യസന്ധയോടും നീതിയോടും കൂടെ ഓരോ കുടുംബത്തിനും അത് വലിയൊരു മുതൽക്കൂട്ടായി മാറും. അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സമ്പത്ത് എന്താ? മാതാപിതാക്കളുടെ സമ്പത്ത് എന്താ? മക്കളാണ്. അത് നഷ്ടപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ അവർക്ക് തന്നെ തിരികെ ലഭിക്കുവാനുള്ള ഈ ഉദ്യമത്തെ അത് ശ്ലാഘനീയമായിട്ട് ഞാൻ എന്നെ അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു പ്രവർത്തനം ഇന്നിവിടെ ഈ ഒരു സമ്മേളനത്തിൽ മാത്രമല്ല എല്ലാവരിലേക്കും അത് എത്തിക്കുവാനുള്ള എല്ലാവരുടെയും പരിശ്രമത്താൽ ഇവിടെ ഒരു വ്യക്തിയെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ഈ പ്രവർത്തനത്തെ ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.